ശ്രീജിത്ത് ശ്രീമരൻ തുടരുന്നുണ്ട് ആശുപത്രിയിൽ നിന്നും. ശ്രീജിത്ത്, അതുതന്നെയാണ് ഏറ്റവും ദുഃഖകരമായ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു ആ നാടൊന്നാകെ എന്ന് പറയാം. കാരണം ഒരു നാടൊന്നാകെ വലിയ ആഘോഷമാക്കി കൊണ്ടാടിയ ഒരു കല്യാണം അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച ആവുന്നേ ഉള്ളൂ, നിഖിലിന്റെയും അനുവിന്റെയും. പക്ഷെ ഇപ്പോൾ അവരുടെ മരണവാർത്ത എത്തുന്നു. അവർക്കൊപ്പം മരണത്തിലേക്ക് യാത്രയായി പോയത് അവരുടെ സ്വന്തം അച്ഛന്മാരെ തന്നെയാണ്. അങ്ങനെ ആ നാടൊന്നാകെ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ഇപ്പോൾ ആ ഞെട്ടൽ തന്നെയാണ്. നേരത്തെ വന്ന പ്രതികരണങ്ങളെല്ലാം അത് സൂചിപ്പിക്കുന്നുമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് പുലർച്ചെ ഉണ്ടായ ഒരു അപകടമാണ്. അതിന് എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ, അതിന് കൃത്യമായ ഒരു അന്വേഷണവും ഒക്കെ നടത്തേണ്ടതുണ്ടല്ലോ. ഒരു കാരണം അമിത വേഗമാകാം, ഒന്നതുണ്ട്. 2, അവിടുത്തെ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം. കാരണം അവിടെ മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രദേശവാസികളെല്ലാം ഒരുപോലെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പം ഓവർടേക്ക് ചെയ്യുമ്പോൾ സംഭവിച്ച അപകടമാണോ? ഇതൊക്കെ അറിയണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം, അന്വേഷണം നടക്കണം, ഇതൊക്കെ വേണം. അപ്പോൾ ഈ നിലവിലുള്ള ഇപ്പോൾ ആശുപത്രിയിലുള്ള ബന്ധുക്കളും ഒപ്പം തന്നെ അവിടെ നാട്ടുകാരും ഒക്കെ അവർ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടോ? ഇവരുടെ മൃതദേഹങ്ങൾ എപ്പോഴായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? ഒരു വീട്ടിലേക്കാണ് ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ എത്തിക്കേണ്ടതെന്നത് മറ്റൊരു വലിയ ദുഃഖകരമായ കാര്യമാണ്. പ്രജിൻ അത് തന്നെയാണ്. അതായത് ഒരു വീട്ടിലേക്ക് എന്ന് മൊത്തത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ആ ഒരു വീടല്ല, 2 വീടുകൾ ഉണ്ട്. അതിലൊരു വീട്ടിലേക്ക് അനുവിൻ്റെയും അതുപോലെ തന്നെ മൃതദേഹം നിഖിലിൻ്റെയും കൂടാതെ അദ്ദേഹത്തിൻ്റെ പിതാവ് മാത്യു ഈപ്പൻ്റെയും മൃതദേഹം ആ ഒരു വീട്ടിലേക്ക് എത്തിക്കുമായിരിക്കും. അതിനുശേഷം അനുവിൻ്റെ വീട്ടിലേക്ക് അനുവിൻ്റെ അച്ഛൻ ബിജുവിൻ്റെ മൃതദേഹം കൊണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊക്കെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ അല്പസമയത്തിനകം മാത്രമേ നടക്കുകയുള്ളൂ. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുണ്ട്. സ്വാഭാവികമായി ആ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം അതിപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ആംബുലൻസ് എല്ലാം സജ്ജീകരിച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളും നേരത്തെ പ്രജൻ സൂചിപ്പിച്ചുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്ന് അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിൽ ആണ് അനുവിൻ്റെ മൃതദേഹം ഉള്ളത്. ആ മൃതദേഹവും അല്പസമയത്തിനകം തന്നെ മാറ്റും. എന്തായാലും വളരെ വേദനയോടെ വളരെ വിഷമത്തോടു കൂടി ഒരു നാട് ഒന്നാകെ നിൽക്കുകയാണ്, വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഒരു കുടുംബത്തിലെ 4 പേർ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് നഷ്ടമായിരിക്കുന്നത്. അതും തൊട്ടടുത്ത മേഖല മുറിഞ്ഞകല ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്തൊരു പ്രദേശത്ത് വെച്ച് തിരിച്ച് വീടെത്താൻ, മലേഷ്യയിൽ നിന്ന് തിരിച്ചു മടങ്ങി വരുന്ന വഴി അവർക്ക് വീടെത്താൻ, അനുവിനും നിഖിലിനും വീടെത്താൻ വളരെ കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വീടെത്താൻ വേണ്ടിയായിരിക്കാം ആ വാഹനം അങ്ങനെ വന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും 4 പേർക്കും ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ കോന്നിയിൽ നിന്ന് കൊണ്ടുപോകും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക്. ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈകി വന്ന പ്രേക്ഷകർക്കായിട്ടാണ്. ഒരു അപകട വാർത്തയിലാണ് നമ്മുടെ ഇന്നത്തെ വാർത്താ പ്രഭാതം തുടങ്ങിയത് തന്നെ. ഈ പറയുന്നത് പോലെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ്, മുറിഞ്ഞകളിലാണ് ഈ വലിയ അപകടം ഉണ്ടായത്. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഒപ്പം കുടുംബം സഞ്ചരിച്ച കാറും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ആ കുടുംബത്തിലെ 4 പേരും മരിക്കുന്ന സാഹചര്യം. അതിൽ 2 പേർ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് അവരുടെ വിവാഹം കഴിഞ്ഞതാണ്. നിഖിൽ ഒപ്പം അനു എന്ന് പറയുന്നവർ. നിഖിൽ കാനഡയിൽ വർക്ക് ചെയ്യായിരുന്നു, നാട്ടിലേക്ക് എത്തി. വിവാഹത്തിന് ശേഷം മധുവിധു ആഘോഷിക്കാൻ അവർ സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും പോയി കറങ്ങി തിരികെ വരുമ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങവെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന അവരുടെ അച്ഛന്മാരും ഈ അപകടത്തിൽ പെടുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഈ ഫോട്ടോ, ഈ അപകടത്തിൽ മരിച്ചവരുടെ ചിത്രങ്ങൾ ഒരുപക്ഷെ ഈ യാത്രാ സമയത്ത് അവരെടുത്ത ചിത്രങ്ങളാവാം, അല്ലെങ്കിൽ വിവാഹ സമയത്ത് എടുത്ത ചിത്രങ്ങളാവാം. ഇപ്പോൾ പ്രേക്ഷകർക്ക് അതുകൂടി കാണാം. എത്ര സന്തോഷകരമായ ദിനങ്ങളാണ് കടന്നുപോയത്. പക്ഷേ ഇന്നിപ്പോൾ ആ വീട്ടിലേക്ക് അവരുടെ ചേതനറ്റ ശരീരമാണ് എത്താൻ പോകുന്നതെന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാൻ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കഴിയുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ആ ഞെട്ടലിൽ ആ നാടൊന്നാകെയുണ്ട്. നിഖിലിന്റെയും അനുവിന്റെയും വിവാഹത്തിൽ കഴിഞ്ഞ നവംബർ 30 പങ്കെടുത്ത ആ നാട്ടുകാർ അവരുടെ വിയോഗ വാർത്ത ഇപ്പോൾ അറിയുന്നു. ആ സങ്കട കടലിലാണ് ആ നാടൊന്നാകെയുള്ളത്. അത് മറച്ചു വെക്കുന്നുമില്ല. പ്രതികരണങ്ങളിൽ അതൊക്കെ വ്യക്തവുമാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ സംഭവം എന്ന് പറയുന്നു. മുറിഞ്ഞകളിലാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി അപകടം ഉണ്ടായിരിക്കുന്നത്. 4 പേരുടെ മരണം സംഭവിക്കുന്നു. നിഖിൽ മത്തായി ഈപ്പൻ, ഒപ്പം അനു പി ജോർജ്, മറ്റൊന്ന് ഇവരുടെ പിതാക്കന്മാരാണ്. ഒന്ന് മത്തായി ഈപ്പൻ, മറ്റൊന്ന് ജോർജ് എന്ന് പറയുന്നയാൾ. അങ്ങനെ 4 പേരുടെ മരണമാണ് സംഭവിക്കുന്നത്.
ആ, അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലൊക്കെ എപ്പോഴായിരിക്കും തുടങ്ങുക എന്ന് നമുക്ക് അറിയാൻ കഴിയും. ശ്രീത് തുടരുന്നുണ്ട്. ശ്രീത്, ഇപ്പോൾ അവരുടെ ഫോട്ടോ സഹിതം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വിവാഹ സമയത്ത് എടുത്ത അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ എടുത്ത ഫോട്ടോകളുണ്ട്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ പങ്കുവച്ചിരുന്ന നാളുകൾ അതിനൊടുവിലാണ് ഇന്നിപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ നിഖിലിന്റെയും അനുവിന്റെയും ജീവൻ നഷ്ടപ്പെടുന്നൊപ്പം അവരുടെ അച്ഛന്മാരും ആ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ 4 മൃതദേഹങ്ങളായി വീട്ടിലേക്കുള്ള മടക്കം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നാട്ടുകാരും ബന്ധുക്കളും. തീർച്ചയായും അവരുടെ ബന്ധുക്കൾ ഒക്കെയാണ് കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അവരുടെ ബന്ധുക്കളാണ് വരുന്നത്. അവർ വന്ന് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ആശുപത്രിക്കകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. തീർത്തും അവരെങ്ങനെ സഹിക്കുമെന്നതൊന്നും ആർക്കും ഈ ഒരു ഘട്ടത്തിൽ താങ്ങാൻ കഴിയുന്നില്ല. അവരുടെ ഒരു അവസ്ഥ അത്രത്തോളം ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അത് അത്രത്തോളം വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയായിരിക്കാം. അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തും എന്ന് വിളിച്ചറിയിച്ചൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ ആ യാത്രയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവുക. അവരെന്തായാലും അകത്തേക്ക് പോയി ആ മൃതദേഹങ്ങൾ അവസാനമായി ഒരു നോക്ക് കാണാൻ അകത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. ഇവിടെ നിന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ അവിടെ പൂർത്തീകരിച്ച ശേഷം അവിടെ പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വലിയ വേദനയോടുകൂടി വിഷമത്തോടുകൂടി നാട്ടുകാർ ഒന്നടങ്കം തന്നെ കൃത്യമായ രീതിയിൽ വിഷമത്തോടുകൂടി നാട്ടുകാർ ഒന്നടങ്കം നിൽക്കുന്നു. പ്രദേശവാസികൾ ഒന്നടങ്കം നിൽക്കുന്നു. ചേട്ടൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ല. ഞാൻ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആംബുലൻസ് സർവീസ് നടത്തുന്ന ഇദ്ദേഹം പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആരായിരുന്നു? പേരെന്തായിരുന്നു അദ്ദേഹത്തിന്? ബിജു എന്ന് പറഞ്ഞ സാറ് പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരുപാട് നാളായിട്ട് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു. പുള്ളി എക്സ് മിലിറ്ററിയാണ് പുള്ളി. അപ്പോൾ അതിനുശേഷം പുള്ളി ഇപ്പം ലക്ഷോറിലെ എനിക്കറിയുന്നത് ഇപ്പോൾ ലക്ഷോറിലെ സെക്യൂരിറ്റി സൂപ്രണ്ടെന്നാണ് അദ്ദേഹം ഒരു 4 ദിവസം മുമ്പ് അദ്ദേഹവും മോനും കൂടെ കാറിൽ വരുന്ന വഴിക്ക് ഒരു പട്ടി എങ്ങാണ്ട് കുറുക്കിയാടി ഒരു പയ്യൻ ബൈക്കിൽ നിന്ന് വീണു. അപ്പം കൈക്ക് ഫ്രാക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ആരും എടുത്തില്ല. ഇദ്ദേഹത്തിൻ്റെ കാറയിൽ എടുത്തുകൊണ്ട് പത്തനംതിട്ട വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, ചേട്ടൻ എടുത്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചാൽ പറയുന്നതൊക്കെ തമാശ പറയുമ്പോൾ പുള്ളി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. പുള്ളി പറഞ്ഞ എന്നെ കല്യാണി എന്നാണ് അവിടെ വിളിക്കുന്നത്. കല്യാണി ആംബുലൻസ് സർവീസാണ് ഞാൻ. പിന്നെ പറഞ്ഞ കല്യാണി ഞാനോ നീയോ ഇതുപോലെ റോഡിൽ കിടന്നാൽ ആരെയിലൊക്കെ വന്ന് എടുക്കൂടെ, നമ്മൾ ചെയ്യുന്ന പുണ്യം പോലിരിക്കുന്നു. ഒരു 4 ദിവസമായിട്ട് പുള്ളി ഇത് പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. എത്രയും പെട്ടെന്ന് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ ആൾ പറയുന്നത്. അദ്ദേഹം ആംബുലൻസ് സർവീസ് നടത്തുന്ന ആളാണ്. സ്വാഭാവികമായി അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ള ഒരുപാട് കഥകളുണ്ടാകും. അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു പ്രധാനപ്പെട്ട ആൾ തന്നെയാണ്. CPM-ൻ്റെ നേതാക്കളൊക്കെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും BJP-യുടെ ഒക്കെ നേതാക്കൾ ഈ പ്രദേശത്ത് എത്തിച്ചേർന്ന് നമ്മുടെ ഇപ്പോൾ CPM-ൻ്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അകത്ത് ഉണ്ട്. കൂടാതെ ഈ പറയുന്നത് പോലെ നാട്ടുകാർ ആ പ്രദേശവാസികളുടെ ആ ഒരു സേവനത്തെ നമുക്ക് ഒരു കാരണവശാലും വില കുറച്ച് കാണാൻ കഴിയില്ല. അവർ ആ നാട്ടുകാർ ഒന്നടങ്കം തന്നെ ആ പ്രദേശത്തെ വീട്ടുകാരൊക്കെ ഓടി ഒരുപാട് പുതിയ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഞായർ ദിനം അത് ഒരു നല്ല ദിനമായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ചാണ് മോർണിംഗ് വാക്കിന് നമ്മൾ എത്തിയത്. ഇന്നിപ്പോൾ തേവര SH കോളേജിലെ ഗ്രൗണ്ടിനടുത്താണ്. ഒരുപാട് നല്ല ദൃശ്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ നമുക്ക് ആ വാർത്തകളൊന്നും നൽകാൻ കഴിയുന്നില്ല. കാരണം ഈ ഒരു അപകട വാർത്തയിൽ നമ്മൾ നിൽക്കുകയായിരുന്നു ഇത്രയും നേരം. 5:30 തൊട്ട് തത്സമയം വിവരങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ശ്രീനിധിയാണ് ഇന്ന് മോർണിംഗ് വാക്കിന് വന്നത്. പക്ഷേ നമുക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നത് ഈ സങ്കട വാർത്ത മാത്രമായി പോയില്ല. വലിയ പ്രതീക്ഷകളോടെ പുതിയ ജീവിതത്തിലേക്ക് കടന്ന 2 കുടുംബങ്ങൾ, അവർക്ക് ഇനി ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു സത്യം ആ കുടുംബങ്ങൾക്ക് എങ്ങനെ താങ്ങാനാവും എന്ന് നമുക്കറിയില്ല. നമുക്ക് അവരെ പേഴ്സണലി ഒരു പരിചയവും ഇല്ല. പക്ഷെ നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു വിങ്ങലുണ്ടാവുകയാണ്. അപ്പോൾ പിന്നെ അവരുടെ കുടുംബങ്ങൾക്ക് അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയില്ല. അവർക്ക് പെട്ടെന്ന് അതിന് സാധിക്കട്ടെ.